ഫുള്ള് സീനായില്ല ചോദിക്കാതോ? എനിക്കറിയില്ല ബ്രോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നല്ല കിടിലം പോലെ മറ്റേത് കാണാൻ പോയതായിരുന്നു. നല്ല സൂപ്പർ പടമാണ് ഗൈസ്. 3D ഗ്ലാസ് ഒക്കെ ഇട്ട് പൊട്ടന്മാരന്മാരി ഇരുന്നാലും സംഭവം അടിപൊളി പടമാണ്, മനസ്സിലായോ? കണ്ണോട്ടന്മാരന്മാരി ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൂ തിയേറ്ററിൽ, പക്ഷെ പടം അടിപൊളി പടമാണ്. ബട്ട് വി സോ റിയൽ സിനിമ മനസ്സിലായിരുന്നോ? എന്ത് വെച്ച് എടാ പീഡിന്റെ ഇഷ്യൂ ആണ്. അതെന്താ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അനൗൺസ് ചെയ്ത? പിന്നെ തൊലിക്കാൻ പറ. മാക്ക് പീഡി എതിരെ ആക്ഷൻസ് ഒന്നുമില്ല. എന്റെ പയ്യനെ തൊടുന്നാടാ എന്നെ ബണ്ടിലെന്ന് വിളിച്ചവൻ ലിയോ മാഗൻ FW പോയിത്തവൻ. ഇല്ല മാസം 2 പ്രാവശ്യം ഞാൻ കാണിച്ചതാ, 2 പ്രാവശ്യം കാണിച്ചതാ സാറേ. ഞാൻ ആ പറഞ്ഞതിനൊരു മറുപടി ഞാൻ ഇവിടെ തന്നെ പറഞ്ഞോട്ടെ. എനിക്ക് എഴേണ്ട ആവശ്യമില്ല വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ, മനസ്സിലായോ? അതിവിടെ വന്ന് ഇതിന്റെ അകത്ത് നിങ്ങൾ സംസാരിച്ചപ്പം വ്യൂവേഴ്സിന് വേണ്ടിട്ട് എന്ത്? എനിക്ക് എഴേണ്ട ആവശ്യമില്ല വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ, മനസ്സിലായോ? അതിവിടെ വന്ന് ഇതിന്റെ അകത്ത് നിങ്ങൾ സംസാരിച്ചപ്പം മറ്റൊരുത്ത വർത്താനം എന്റെ അടുത്ത് പറയരുത്. അതിനിപ്പം നീ ആരായാലും, അത് നീ ഏതവനായാലും വ്യൂവേഴ്സ്. എന്താണ് വ്യൂവേഴ്സിന്റെ കേസൊക്കെ പറയണത്? PD ഫുള്ള് ഓസയോ? മനസ്സിലായി? നീ ഏതാ മൊണ്ണേ? എന്റെ വ്യൂവേഴ്സ് ആരാന്ന് എനിക്കറിയാം. നീ എന്റെ അടുത്ത് ഒരുപാട് ഉണ്ടാക്കാൻ നിൽക്കല്ലേ? വ്യൂവേഴ്സോ എന്താണ് വ്യൂവേഴ്സ്? നീ സിറ്റിക്കകത്ത് വലിയ റൂൾസ് പ്രകാരം കളിക്കുന്ന PD അല്ലേ? വ്യൂവേഴ്സ് എന്തുവാടാ? എന്തുവാടാ വ്യൂവേഴ്സ്? എന്തോ വ്യൂവേഴ്സ് എന്തുവാടാ? ഈ പറഞ്ഞാടാ വ്യൂവേഴ്സ് എന്തുവാന്ന്? വ്യൂവേഴ്സ് എന്തുവാന്ന് പറഞ്ഞാടാ നീയൊക്കെ? നീയൊക്കെ ഇതൊക്കെ എന്ത് രണ്ട് റൂൾസ് വെച്ച് പ്രകാരം കളിക്കുന്നവന്മാരല്ലേ? വ്യൂവേഴ്സ് എന്തുവാടാ? എടാ നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, മനസ്സിലായോ? ഫ്രസ്ട്രേഷൻ എന്റെ മുഖത്ത് തുപ്പി തീർക്കാനേ നിനക്കൊക്കെ പറ്റത്തുള്ളൂ, മനസ്സിലായോ? വ്യൂവേഴ്സ് എന്നോ അല്ല ഏതാടാ ഈ കണ്ടി ഇവൻ? ഇതാ ആരാടാ അത്? ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ കാണുന്നോ? ഇല്ല മാസം 2 പ്രാവശ്യം ഞാൻ കാണിച്ചതാ, 2 പ്രാവശ്യം കാണിച്ചതാ സാറേ. 2 വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. ഇത് ഇവനാണല്ലോ പറഞ്ഞ. 2 പ്രാവശ്യം ഞാൻ കാണിച്ചതാ, 2 പ്രാവശ്യം കാണിച്ചതാ സാറേ. ഞാൻ ആ പറഞ്ഞതിനൊരു മറുപടി ഞാൻ ഇവിടെ തന്നെ പറഞ്ഞോട്ടെ. എനിക്ക് എഴേണ്ട എന്താ പാസ്ത? ആരുള്ളത്? എല്ലാ ഡപ്പന കാലിത് ക്ലിപ്പോ? എവിടെ കാലിത്തിന്റെ ക്ലിപ്പ്? കാലിന്റെ ക്ലിപ്പ് കണ്ടില്ലല്ലോ. ഹലോ കളിക്കല്ലേ? ഹലോ പറ. നമസ്കാരം ഉണ്ട്. നമസ്കാരം ഉണ്ട്. ഇത് എന്താടാ വ്യൂവേഴ്സോ? എന്ത് രണ്ടിയാന്നടാ അത്? അവൻ പറയാണേ എനിക്കിപ്പൊ പീഡിയുടെ അടുത്ത് സംസാരിച്ചാലേ വ്യൂവേഴ്സിനെ കിട്ടുള്ളന്ന്. വെയ്യവന്മാർക്ക്. എനിക്കത് കേട്ടപ്പോ ആദ്യം ചിരിയാ വന്നത്. രണ്ടാമത് എനിക്ക് ട്രിഗർ ആവാൻ പോലും തോന്നിയത്. സത്യം പറയാം, എനിക്ക് ആദ്യം ചിരിയാ വന്നത്. ഇവനൊക്കെ ഏതാണാ കണ്ടി? ഏതോ കണ്ടി തന്നെ ഞാൻ വിളിക്കും അവനെ. അവൻ വലിയ റൂൾസിനെ പറ്റി സംസാരിച്ചിട്ട് പീഡിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തലപ്പത്തെ ഉദ്യോഗസ്ഥനാണ് പോലും അവൻ. എന്നിട്ട് വന്നിരുന്നിട്ട് ഓസി ഡ്രാഗും പുറത്തെ കാര്യങ്ങളും സംസാരിച്ച് മാസ് ആവാൻ നോക്കുന്നത്. കഴിവില്ലെങ്കിൽ ഇറങ്ങി പോണം. അല്ലാതെ ഇതിന്റെ അകത്തിരുന്ന് ഇങ്ങനെ വരുന്നവന്മാരെ മറ്റേ പവർ ഗെയിമിംഗ് വെച്ച് ചുറ്റും ഞാൻ അവിടെ ഒറ്റയ്ക്കാവുക സംസാരിക്കാൻ ചുറ്റും വട്ടത്തിൽ നിന്നിട്ട് മറ്റേ മാക്കാച്ചിക്കുത്ത്. അതേതാ വേറൊരു വാണം? അതെനിക്ക് അറിഞ്ഞൂടാ ആരെന്ന്. പീറ്റർ പാർക്കർ. KTD പീറ്റർ പാർക്കർ ആണത്. അത് വെയിറ്റ് നോക്കട്ടെ. കാലിതൊക്കെ നേരത്തെ ഏതാ മൂഡ് അറിയോ? കാലിത്
എടാ നിന്നെ മാക്കാച്ചി കുത്തിയിട്ട് വരുന്നെങ്കിൽ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്തേനല്ല. ഇല്ല ഞാന് നിങ്ങള് പാക്ക് കളിച്ചപ്പോ ഓപ്പണിങ്ങിന് സീനാണ്. വന്നാടാ. ഇയാൾ എംബാപ്പേനെ മുമ്പേ വന്നതാ. എംബാപ്പേനെ എടുക്കാൻ വന്നാണ് ഞാൻ. ഇതെന്താ എംബാപ്പേനെ മുമ്പേ ഇത് വന്നതാ. കണ്ടതാ, അതൊക്കെ സിറ്റുവേഷൻ അല്ല. കണ്ടതാ. അല്ല സിറ്റിയിൽ ഉണ്ടോ ഇത് വൈൻഡപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഡ്രീമിനോട് ചോദിച്ചപ്പം ലൈവ് അത് അടുത്ത പ്രശ്നം കേട്ടോ. അപ്പൊ അപ്പു വിളിച്ചിട്ട് ആ, കേറാണ്. വൈകിട്ട് ഷെയ്ക്കിനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, തെറി വിളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് കേറുന്നുണ്ട് ഇപ്പൊ സിറ്റിയില്. ഇപ്പൊ എന്താ പറഞ്ഞ പിന്നെ രണ്ടാമത് നാളെ തൊട്ട് നമ്മുടെ അല്ല നമ്മുടെ ഞാൻ നാളെ പറയാതെ തൊട്ടുള്ള പറഞ്ഞത് agenda അവൻ ഞാൻ കേൾക്കണില്ല. പറഞ്ഞല്ലോ. അവൻ എന്നോട് കേറിയ വാ അളിയ പീടിനെ പണ്ണളിയ പൂർണ്ണ മക്കളെന്നൊക്കെ ഞാൻ പറഞ്ഞ് പറഞ്ഞു, പോകുന്നുണ്ട്. അത് ഞാൻ പറയണം, അത് ഞാൻ വിളിച്ചോളാം. വിളിക്കാനെ ഇല്ല എന്താടാ ഇവന്മാർക്ക് അല്ലെങ്കിൽ വെയ്യേ ഇവന്മാരെന്തിനാ എത്ര ഫ്രസ്ട്രേറ്റഡ് ആവണത്? ഒമാര് നമ്മളെ പിള്ളേരെ ഈ DH അടിക്കണോടത്ത് ഈ ഇതെടുത്തിട്ട് ഹോസ്റ്റേജിനെ ട്രീറ്റ് ചെയ്യണ പോലെ അറസ്റ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യല്. ആ PD ഭരത് സാറൊക്കെ എന്ത് ഫാർ ബെറ്റർ ആടാ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സില്. ഇതെന്താ ഒമാർക്ക് തീരെ അതിന് റൂൾ ഇങ്ങനത്തെ അറിയില്ല. ഇതെന്താ ആയിട്ടല്ല ഒമാര് നമുക്ക്. ഗ്യാങ് ആർപ്പി കളിക്കുന്ന പീഡിന്റെ അകത്ത്. അല്ല ഞാൻ നോക്കുമ്പോ ഉണ്ട് PD ഒക്കെ നിന്നാണ്ട് നേരത്തെ തന്നാനോന ആ പാട്ട് എന്തുവാടാ ഒരു പീഡിയാണ് എന്നുള്ള ഒരു ബേസിക് ബുദ്ധി ഇല്ലേ? ഞാൻ ഇത് തോന്നിയ എല്ലാരും ഇഷ്ടം പോലെ എടുത്തിട്ട് പീഡിയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാ പലരും പല ഗ്യാങ് കളിക്കും അതിന്റെ അകത്ത്. ശരിക്കും സംഭവം എന്താണെന്നറിയോ? ഇതില് കളിക്കുന്നവര് പകരം ഇവിടെ നടി കൊണ്ടുവന്മാരാണ്. വിഷയം എന്താ മെയിൻ കളിക്കാൻ നോക്കിയാണ്. പക്ഷെ തൂറി ലിറ്ററലി തൂറി വൈപ്പ് ചെയ്തവന്മാരെ ഫുള്ള് വയറഞ്ഞു പോയി. ശരിക്കും എന്ത് ചെയ്യും? നോക്കിയ ഇനി ഡ്രാഗൺ മാസാൻ പറ്റില്ലല്ലോ ശരിക്ക. സർവറായിട്ട് നിർത്തിച്ചില്ലേ? താഴെ വന്നാണ് ലൈവിനോ താഴെ എഡാന്ന് മറ്റേ വർത്താനം പറഞ്ഞത്. എഡാന്ന് മറ്റേ വർത്താനം പീഡിന്റെ മറ്റേ വ്യൂസിന്റെ കണക്ക് പറഞ്ഞത് കോമാളി. ആ എന്തൊരവസ്ഥയാണ് അളിയാ. എന്തൊക്കെയാണ് നമ്മുടെ വ്യൂസിന്റെ പ്രശ്നങ്ങളാണല്ലോ പീഡിയില്. ഞാൻ കണ്ടു ഈ പീഡീനെ അടിച്ചിട്ടാണ്. എടാ നമ്മളിപ്പോ മറ്റേ കുറച്ച് വ്യൂ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വരുന്നല്ലോടാ. നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കിയ വ്യൂസാ പീഡി. അതെ പീഡിന്റെ അഭിപ്രായത്തില് 10K വാച്ചിങ്ങിലാണ് ഇപ്പൊ സ്ട്രീം ചെയ്തോണ്ടിരിക്കണത്. അവിടുന്ന് ഓല അടിച്ചിട്ട് വേണം ഇപ്പൊ ഒരു 400-4000 വാച്ചിങ് ഇങ്ങോട്ട് കയറ്റാൻ. ഇല്ല നമ്മളെ തന്നെ ചെയ്ത് ശരിക്ക. നിങ്ങൾ ആലോചിക്കേ ഞാൻ ലൈവ് ഇടാതിരുന്നത് എനക്ക് മാക്കിന്റെ ലൈവ് ഞാൻ കണ്ടുകൊടുക്കുക. പൊള്ളിഞ്ഞ എനക്ക് അവർ ചുമ്മാ നിൽക്കുന്ന ആളെ അടിച്ചു വന്നിട്ട് ഓല് ഓസി പറഞ്ഞത് ഓല് എന്നിട്ട് അടിച്ചു വന്ന് മാക്കിനെ. അല്ലടാ ഞാൻ പറയട്ടെ, ഇത് DH അടിച്ചോടത്തുനിന്ന് തൊട്ടേ ഇവന്മാര് ഇങ്ങനെ തന്നെയല്ലേ? DH അടിച്ചോടത്തുനിന്ന് തൊട്ടിട്ട് മെഴുകല്ലേ അതുകൊണ്ടാ എന്തോരാന്ന് വെച്ചിട്ടാ വാങ്ങിക്കുന്നേ. ഞാൻ പറയുമ്പോ കേറിയിട്ട് 2 എണ്ണം കൂടി പൊട്ടിച്ചാ വേണ്ടത് കുണ്ണാളെ. എല്ലാരും ഇറക്കി വിട്ടില്ല ഇപ്പൊ എന്തായാലും. അത് പറ്റൂല പറഞ്ഞു. അടിച്ചു 2 വട്ടം അടിച്ച് ഇറക്കിയിട്ട് പോലും അവന്മാര് അവന്റെ ഫ്രസ്ട്രേഷൻ കാണണമായിരുന്നു. ശേഖേ ഞാൻ എന്റെ ലൈവ് കാണിച്ചരാവേ, സ്ക്രീൻ ഷെയർ നോക്കണേ. എന്നെ മാക്കാച്ചി കുത്തുമ്പോഴേ തലപതി അതിപ്പുറത്ത് ഒരു പോലീസ് മിയ ഇഷ്യൂ എന്താ മിയ ഇഷ്യൂ? അതൊന്നും ഇല്ല, അത് പീഡിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു വന്നതാ. അടിച്ചു വന്നു. ക്യാരക്ടർ ബേസിലല്ലേ? ഇല്ല അതൊക്കെ മിയ ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്റെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാൻ ലൈവ് ഇടുന്നതിന് മുന്നേ പറഞ്ഞു പീഡിക്കാണെങ്കിൽ ഒരു 10,000 വാച്ചിങ് ഉണ്ട് മാക്കെ, പോയിട്ട് പീഡിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് 2,000 ഇങ്ങി പോരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പീഡിയിലോട്ട് പോയത് സത്യം പറഞ്ഞ. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ 10,000 വാച്ചിങ് ഉള്ള ആളാണ് അവിടെ നമ്മുടെ കുറവ് വാച്ചിങ്ങിനെ പറ്റി സംസാരിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു 1.5 കൊല്ലമായിട്ട് ഡെയിലി പീഡിയിൽ പോകും, വാച്ചിങ് ഉണ്ടാക്കും, തിരിച്ചു വരും. ഇത് തന്നെ ചെയ്യുന്നോണ്ട് അവര് പെട്ടെന്ന് മനസ്സിലായി ഞാൻ അതിനാ ചെന്ന്. അതാണ് സംഭവം, വേറെ ഒന്നല്ല. സംഭവം ഓല് പറയണ വാച്ചിങ് ഏതാ അറിയോ മാക്കെ? ബാബാ കല്യാണി അറിയണ ഒരാളുണ്ട് അവിടെ വാച്ചിങ്ങിലെ, മനസ്സിലായോ? ആ വാച്ചിങ്ങിനെ പറ്റിയാണ് പോലെ പുള്ളിന്റെ കാര്യമായിരിക്കും പോലെ പീഡി പറയണ പോലെ പീഡിന്റെ വാച്ചിങ് എന്ന് പറയുന്നത് ആ വാച്ചിങ് ആണ്, മനസ്സിലായോ? പുള്ളിയുടെ കാര്യമായിരിക്കും പുള്ളിയുടെ കാര്യമാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ കണക്ട് ആയി. ഇത് നേരത്തെ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടെ ഇത് നോക്കിക്കോ ശേഖേ. ഒരുത്തന്റെ ഫ്രസ്ട്രേഷൻ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഹെൽമെറ്റ് ഇല്ല എനിക്ക്, ഹെൽമെറ്റ് ഇല്ല, എന്റെ കൂൾ ഡൗൺ മാറി. മാക്കാച്ചി കുത്തു കൊടുക്കാൻ നോക്കിയതേ അത് നെക്കിയില്ല. ഇവരെ ഓടിച്ചിട്ട് തല്ലും, ഇവരെ ഓടിച്ചിട്ട് നടന്നതല്ലേ. ഹലോ ഹലോ സ്ക്രീൻ ഷെയർ ഇട്ടാ നമുക്ക് സ്ക്രീൻ ഷെയർ ഓൺ ആക്കടാ. കോമാളി എന്തായാലും ലൈവാണ്, അതുകൊണ്ടല്ലേ അത് നോക്കിയത്. അതായത് നോക്കിയോ വെപ്പം കൂടുതൽ 6 സെക്കൻഡ് കാണുന്നില്ലല്ലോ, നിങ്ങക്ക് കാണുന്നുണ്ടോ? അവന്റെ ഓറ പിന്നെയും കളയല്ലേ ശേഖേ, ചുമ്മാതെ. ഇല്ലടാ എനിക്ക് കാണുന്നില്ല. ഷേക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് ഇല്ലടാ എടാ നോക്കടേ, നീ സ്ക്രീൻ ഷെയർ ഓഫ് ആക്കി ഓണാക്ക്. മിസ്സിംഗ് കുറുപ്പൊക്കെ പോയി.
കുറുപ്പ് വള്ളത്തില് സത്യം. കുറുപ്പ് ഇന്നലെ വിളിച്ചപ്പോ അയ അണ്ടർ ദ വാട്ടർ ഇല്ല ഗ്യാങ് ഹൗസ് പോലും ഇല്ല മാക്ക്. ഗ്യാങ് ഹൗസ് കയറുമ്പോ പീടി വന്നിട്ട് നീ ആരുടെ ഗ്യാങ് ഹൗസ് കയറുമ്പോ ഞാൻ അവിടെ പോയിട്ട് മറ്റേ ഡു നോട്ട് എൻ്റർ ഒക്കെ ചവിട്ടി കാണുന്ന കൊടുത്തില്ല, ഇപ്പൊ കാണോ ശരി. ഇല്ല മുത്ത മേലത്തെ പി സി വന്നാണ് ഈ ലൈവ് ഇത് മാറ്റി ലൈവ് വണ്ണില് വാ വെച്ച് ബ്രോ ഇപ്പോഴെങ്കിലും കാണുന്നുണ്ടോ? അയ്യോ വയ്യാവേ. കാണോ കാണോ. ഇല്ലടാ എന്താ എനിക്ക് കാണാത്തേ? അയ്യോ നോക്കി 2 ദിവസം മുമ്പ് കുത്തിന്നില്ല വീസിയില്ല അതാണ്. എന്നാ റിനു ഒരു കാര്യം ചെയ്യ്, എന്റെ ലൈവ് എടുത്ത് സ്ക്രീൻ ഷെയർ ചെയ്യ്. എന്നിട്ട് റിനുവിന്റെ സ്ക്രീൻ ഷെയർ ഇട്ടാണ് ആ കാലത്തിനെ ബണ്ടിലെന്ന് പറഞ്ഞു. എന്തൊക്കെ ആ, വണ്ടിയാടാ ഉമ്മാര്. പക്ഷെ ഞാൻ പറയട്ടെ മാർക്കറ്റിൽ നല്ല അപ്ഡേറ്റഡ് ആണ് പി ഡി, മനസ്സിലായോ? നല്ല അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും പി ഡിക്ക് അറിയാം, മനസ്സിലായോ? റിനു എന്റെ ലൈവ് കേൾപ്പിക്കുന്ന ലൈവ് എടുക്കുന്ന കാണാൻ പറ്റുന്നില്ല. കാണാ റിനുവിന്റെ കാണാം, എനിക്ക് കാലത്തിന്റെ കാണാത്തുള്ളൂ. ഞാൻ കിക്കനാണ് എന്നാ കിക്കിൽ ആ സീൻ എന്ന് എടുത്തു കൊടുക്ക്. ടൈം എന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞുതരാം വീട്ടൊക്കെ. ടൈം നോക്കേണ്ടത് 1:59 അല്ല 110 നോക്ക്. അല്ല അതിന്റെ ബാക്കില്ല 110 ബാക്ക് ആണല്ല. അതാ എന്തൊക്കെയാ പറയുന്നേ? അടിച്ചിട്ടോ കഴയാണല്ലോടാ. പി ഡി ചോദിച്ചു മാക്കിനോട് പി ഡി ചാറ്റ് ഇട്ടാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു അമ്പീന്ന് പീഡി അല്ല പി ഡി കുണ്ണാന്ന് പറഞ്ഞാണ്ട് നാളെ നമുക്ക് എല്ലാവർക്കും ഒരു ചാറ്റ് ഇടാം. പി ഡി കുണ്ണകൾ എന്ന് പറഞ്ഞാണ്ട്, മനസ്സിലായോ? ഇവരെ നേരത്തെ എന്തോ പറഞ്ഞിട്ട് ഞാൻ ഇടിക്കും എപ്പം കൂടുതൽ മാറുമ്പോ. ഇവരെ ഓടിച്ചിട്ടില്ല, എനിക്ക് ഹെൽമെറ്റ് ഒരു രണ്ടും ഇല്ല. ഒന്നുകൂടെ നോക്കിയോ, ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് കൊല്ലായിരുന്നു. സത്യം ഞാൻ ചാവൂല. ഉണ്ടാക്കും എന്റെ നോക്കില്ലേ റിനൂടെ സ്ക്രീൻ ഷെയർ നോക്കണ. ഉണ്ടാക്കുന്ന എന്തൊരു കണ്ടിയാളിയാ. ഒന്നുകൂടെ ബാക്കടി എന്റെ ബോഡിയിൽ വെടിവെക്കുന്ന കാണിക്ക്. ബാക്കടി ഇനി കളി ബണ്ടിൽ വാണൊക്കെ വന്നേക്കുന്നത്. ഒരു കാര്യമുണ്ട്. എത്ര നേരം എന്നെ ഒരു ഹെൽമെറ്റ് ഇല്ലാത്ത എന്നെ കൊല്ല എത്ര സമയം. അപ്പൊ ഇത്ര കഴിവ് കേട്ടാ 100. മതി എന്റെ സൗണ്ട് കേൾപ്പിക്കണ്ട, എനിക്ക് കേൾക്കുമ്പോ വേറൊരു കാര്യം അറിയോ? ഞാൻ ഇന്ന് രാവിലെ കോസ്മിക് കളിക്കുവായിരുന്നേ. ഈ കമ്മ്യൂണിറ്റി മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആൾക്കാരാന്നുള്ളതിന്റെ തെളിവ് ഞാൻ ചരണം ഇരുന്ന് അവൻ ചരണ്ട ലൈവിൽ ഞാൻ പോയിട്ട് ഞങ്ങൾ കോസ്മിക് കളിക്കുക. കോസ്മിക് കളിച്ചപ്പോ ഒരുത്തൻ എന്റെ വണ്ടി കയറി. അതിന്റെ പേരെന്തോന്നറിയോ? T47 ബണ്ടിൽ. കോസ്മിക് ആലോചിച്ച് നോക്കണം, ഇന്റർനാഷണൽ സെർവർ കളിക്കുക, T47 ബണ്ടിൽ എന്ന് പേരിട്ടിട്ട്. ഇവന്മാരെ തിരിഞ്ഞു നോക്കാത്തോണ്ടാണോ? എനിക്കറിയില്ലടാ, ഞാൻ പറയട്ടെ, ഇത് ഒരു കൂട്ടം മിക്സപ്പ് ആയിട്ടുള്ള കുറെ ഗ്യാങ്ങിന്ന് പല ആൾക്കാരും കേറിയിട്ടുള്ള പ്രശ്നമാണ്, മനസ്സിലായോ? കുറച്ച് നോക്കിയും കണ്ടും കുറച്ച് ആൾക്കാരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒമാര് PDRP അല്ല ഗ്യാങ് RP ആണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഉസ്മാനൊക്കെ കക്കൂസ് കഴിക്കുക, ഇതൊക്കെ എന്താ? ഇത് ഗ്യാങ് RP പോലെയാണല്ലോ ഇത്. പീഡിയൊക്കെ കക്കൂസ് കഴിക്കാൻ നോക്കുന്നത്. ഞാൻ ഇറങ്ങുന്നതിന് ലൈവ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനും മിന്നലും ചേട്ടനോട് ചുമ്മാ അങ്ങോട്ട് അടിച്ചു കളിച്ച്. അപ്പൊ അവന്മാരെ അടിച്ചിട്ട് അങ്ങോട്ട് പോയ വഴിക്ക് ഒരു വണ്ടി കൊണ്ട് അടുത്ത് എടുത്തിട്ട് പറയാ തീറിയില്ലേ കണ്ടി തൂറിയില്ലേ കണ്ടിന്ന്. അല്ല വേറെ ഏതോ ഒരുത്തൻ പീഡിന്ന് ഇറങ്ങിയിട്ട് സിറ്റിസൺ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി കൊണ്ട് നിർത്തിട്ട് പറയാ തൂറിയില്ലേ കണ്ടി എന്നൊക്കെ. ആ വണ്ടി പീഡിന്റെ അവിടെ കണ്ടിരുന്നു. എനിക്ക് പീഡി തന്നെ വന്നു, മറ്റേ യൂണിഫോം അയച്ചിട്ട് ആ കാലിന്റെ ലൈവിൽ വന്ന് മറ്റേ മഞ്ഞവണ്ടി അതാന്ന് തോന്നുന്നു. MX-13 അമർനാഥോ അതൊക്കെ ആരടാ? നമുക്ക് അറിയില്ലടാ, കൊറേ കൊച്ചുകുണ്ണാളുണ്ട്, കുറെ പേര് ഷിബു ഉണ്ടെന്ന് പറഞ്ഞു. ഷിബു എന്നെ വിളിച്ചേക്ക്, അവൻ ഓഫ് ഡ്യൂട്ടി എടുത്തിട്ട് ഷിബു എന്നെ വിളിച്ച് മാറ്റി എടുത്തിട്ട് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ അകത്തില്ല, അവന് ഈ സിറ്റുവേഷൻ പോലും അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി അവനത് ചാറ്റിൽ ആവശ്യമില്ലാത്ത ട്രിഗർ ഇത് മെൻഷൻ കണ്ടു കാണും. അവൻ വന്നിട്ട് പറഞ്ഞു നാളെ തൊട്ട് കാണുവാണെങ്കിൽ അഥവാ ലൈക്ക് നിങ്ങൾ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് അവൻ ഇങ്ങോട്ട് പറഞ്ഞു ഇത് LSPG ആണ്, ഇത് ഗ്യാങ് ആണോ അതോ PD ആണോ? അവൻ PD കളിക്കുന്ന ഒരു പ്ലെയർ, ആലോചിച്ച് നോക്കണം. അവൻ എന്തൊക്കെയോ ആയിക്കോട്ടെ, അവൻ PD കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. നമ്മളോട് അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച് അവൻ വരെ പറഞ്ഞു PD എന്തൊരു മുമ്പിത്തിര കാണിച്ചതെന്ന്.
അപ്പൊ ആലോചിച്ച് നോക്ക് ഇവന്മാർ എന്തോ ഇതിനകത്ത് കാണിക്കുന്നത്. പറഞ്ഞ ശരിക്കും ഇത് പൊട്ടന്മാരെ ഗ്യാങ്ങാന്ന് മനസ്സിലായോ? കളിക്കാൻ അറിയുന്ന ഗ്യാങ്ങിൽ ഒരുത്തനും ഇല്ല ഇത് സത്യം പറഞ്ഞു കയറിയത്. എടാ പീഡിനെ പറയിപ്പിക്കാൻ കുറച്ച് ആണുങ്ങൾ കയറിയതാ, മനസ്സിലായോ? ഒമാർക്ക് എന്താ വെച്ചാൽ ഗ്യാങ് ആയങ്ങാണ്ട് എന്തായാലും അടിക്കാൻ പറ്റൂല. എത്ര പീഡിന്റെടാ? 80 പീഡിയോ. 80 എണ്ണത്തിന് കൂടി കൂട്ടിയിട്ട് അടിക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ കയറിയതായിരിക്കും. ആണെങ്കിൽ അങ്ങനെയൊരു ജയിക്കാൻ കഴിയുമെന്ന് കരുതിയിട്ട്. പക്ഷെ കഴിവില്ല, കഥ പ്രശ്നം മനസ്സിലായോ? 2 പ്രാവശ്യം വന്നിട്ട് തൂറിപ്പോയി. ആള് പാവമാണ് മാക്ക്, ആള് ഒന്നിനും കൊണക്കാത്ത ആളാണ്. പ്രശ്നം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് മുഖത്ത് നോക്കി സംസാരിക്കും. അവനാണ് ആ ഓസ് ഡ്രാഗ് ചെയ്തത്, വ്യൂസിന്റെ കാര്യം പറഞ്ഞത്. അവന്റെ അടുത്ത് പറഞ്ഞേക്ക്, ഞാൻ മര്യാദക്കാണെങ്കിൽ അങ്ങറ്റ മര്യാദയാണ് എനിക്ക്, അത് എന്നെ കൊണ്ട് വിടിയിക്കരുത് അവനോട് കൊണ്ട് പറഞ്ഞത്. അവൻ മാന്യനായാലും അല്ലെങ്കിലും ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചത് അവൻ്റെ അടുത്ത്. അന്നേരത്തേക്ക് അവൻ അവരെ ന്യായീകരിച്ചുകൊണ്ട് ഓസിയും ഡ്രാഗ് ചെയ്ത് മറ്റേത് മറിച്ചുകൊണ്ട് വ്യൂസിന്റെ കഥയൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇരുന്നങ്ങ് പാടും. അതുകൊണ്ട് അവൻ എന്നെ കൊണ്ട് ചെയ്യില്ല. നിന്റെ കൂട്ടുകാരനാന്ന് നീ പറയുന്ന എവിടെ കേട്ട് ഞാൻ, അതുകൊണ്ടായി പറഞ്ഞു. ഒന്ന് സംസാരിച്ചേക്കോട്ടോ, എന്താ എത്ര പ്രശ്നം. ഏത് KTD പീറ്റർ വർക്കറോ? പീഡി മാത്രം കളിക്കുന്ന പേടി കളിക്കുന്ന പണ്ടോട്ട് എനിക്ക് അത്ര വലിയ കമ്പനിയല്ല, എന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല കമ്പനിയാണ്, മനസ്സിലായോ? അങ്ങനെ മാലിക്കിനാക്കണ ഞാൻ തിയേറ്ററിൽ പോയിരുന്നതിന്റെ ഇത് ഞാൻ അയച്ചു കൊടുത്തിനല്ലേ ഞാന്. വെൽ പെയ്ഡ്. ദിൽഷാ ബ്രോ താങ്ക് യു ഫോർ 50 കിക്ക് പോയിന്റ്സ് മീൻസ് ലോട്ട്. പെയ്ഡിന് പോയാണ്. അല്ലല്ല പക്ഷെ അല്ലല്ല ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണ്ടല്ലോ, അർഷി എന്ന് പറഞ്ഞാല് അവൻ കിടിലം പോലത്തെ അവൻ അണ്ടർഡോഗ് ആണ്, മനസ്സിലായ? ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ ഒരു കാര്യം ഈ ഒരു ഇതിൽ ഞാൻ പറയണത്. എനിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ഇന്നലെ യൂട്യൂബിൽ ഇതേപോലെ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഈഗിളുടെ ലൈവിൽ ഇതേപോലെ ഒരു സാധനം ഉണ്ടായിന്. എന്താ പറയുക, ഈ ഗ്രൂപ്പ് സ്റ്റേജുകൾ ആ മറ്റേ സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ ഓരോരുത്തരെ, വിന്നേഴ്സിനൊക്കെ സെലക്ട് ചെയ്യണേ. അല്ല വിന്നേഴ്സിനല്ല, ഈ ഗ്രൂപ്പ് ഇങ്ങനെ അതിൽ ഇതേപോലെ പറയുന്നുണ്ട്. ഷെയ്ക്കിൻ്റെ ലൈവിൽ അണ്ടർഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കി എന്ന് പറഞ്ഞാണ്ട് ഷെയ്ക്കിൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്ട് ചാറ്റിൽ. ഞാൻ എൻ്റെ ലൈവിൽ അങ്ങനെ ഒരു സാധനം മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല ഇന്നേ വരെ. ഇതുവരെ ഞാൻ എൻ്റെ ലൈവിൽ ആ സാധനം ഒരു പ്രാവശ്യം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. അണ്ടർഡോഗ്സ് എന്നുള്ള ഒരു സാധനം നമ്മൾ മോശമാക്കിയിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഗ്യാങ്സിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ മോശമാക്കിയിട്ടാണ് ഈ പറയുന്ന ബ്രാവോ ആണെങ്കിലും ഇവരൊക്കെ മെൻഷൻ ചെയ്തതെന്ന് പറഞ്ഞാണ്ട് ചുമ്മാ അങ്ങ് അടിച്ചിറക്കുക. നല്ല രീതിക്ക് പോണത് ആർക്കും പറ്റുന്നില്ല, മനസ്സിലായോ? എന്തെങ്കിലും ഒരു പ്രശ്നം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. അവിടെ പോയിട്ട് പറയും ഈ ഷെയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്നിട്ട് പറയും ഈഗിൾ അങ്ങനെ പറഞ്ഞു. എന്താ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു എന്താ പറയുക, എപ്പോഴും കോൺട്രവേഴ്സി മാത്രം കണ്ട് അതിൽ ഇൻട്രസ്റ്റ് മാത്രം കണ്ടെത്തുന്ന ഒരു കൂട്ടം കുറച്ചൊരു പെർട്ടിക്കുലർ ഒരു റാൻഡം വ്യൂവേഴ്സ് ഉണ്ട്. അത് നമ്മളെ ഓഡിയൻസ് അല്ലെ അവിടുത്തെ ഓഡിയൻസ് എന്നൊന്നല്ലേ പറയുന്നത്. കുറച്ച് അങ്ങനത്തെ കുറച്ച് കൊച്ചുവാണങ്ങളുണ്ട്, മനസ്സിലായോ? പക്ഷേ ഇത് കുറേ കൊല്ലം മുമ്പേ നടന്നു വരുന്നൊരു എന്താ പറയുക, ഒരു പാറ്റേണാണ്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി ബ്രോ. ചേഞ്ച് ദ പാറ്റേൺ, മനസ്സിലായോ? നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് അവിടെ കുറച്ച് കുത്തിത്തിരിപ്പ് ഇടുക, ഇവിടെ കുറച്ച് കുത്തിത്തിരിപ്പ് ഇടുക. എന്നാൽ അവിടെ തോന്നും നമ്മൾ ഓഡിയൻസാണ്, ഇവിടെ തോന്നും അവിടുത്തെ ഓഡിയൻസാണ്. നടക്കൂല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിക്കാണ് പോണത്. അത് അങ്ങനെ തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യും. വെറുതെ ഒരു പിക്കാച്ചു ഇതെന്താടാ ഇത് ഇവന്റ് ആയിരിക്കും മറ്റേ Why do you guys keep saying Pikachu? What? What's Pika Pika? Oh. എന്തുവാടാ ഇത്രയും ഒരു ഞാൻ ഒരു കാര്യപ്പെട്ട കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇന്നല്ല ആരും ശ്രദ്ധിച്ച കാലിന് കുണ്ണെ നീ ആ പീക്കാച്ചു ആണ് അതിന്റെ അടുത്ത് ശ്രദ്ധിച്ചേരടാ. ശരിയായ പാതിരാക്കായാന്നടാ. ഓ ആരാ പറയണത്? വാണം ടർബോ മിണ്ടാണ്ടിരി കുണ്ണെ കൊച്ചു വീശിന്നിറങ്ങി പോടാ. നിനക്കിതൊന്നും കാണാനുള്ള പ്രായമായിട്ടില്ല, മനസ്സിലായോ? എന്ത് നീയാണ് അണ്ടർഡോഗ്സ്, മനസ്സിലായ? നീലാണ് ശരിയായ അണ്ടർഡോഗ്. ഇറങ്ങിപ്പോതിന്ന് 5 പിക്ക് POV മാക്കിന്റെ ഒന്ന് കാണിച്ചാണടാ മാക്കേ. അത് ഞാൻ കണ്ടില്ല, അത് എനിക്ക് കാണണമെന്നുണ്ട്. കാണിച്ചാണ് തുമ്മ ലൈറ്റ് കത്തുന്നില്ല, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പിക്കായിട്ടത് കണക്കാക്കാം. ലൈറ്റ് കത്തുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിൽ എഫക്റ്റോ? കണക്കാക്കണം കിൽ എഫക്റ്റ് ഇല്ലാന്നാണ് പറഞ്ഞത്. ബ്ലിങ്ക് ആവുന്നുണ്ടോ? ഇല്ല ലൈറ്റ് ഇല്ല നമ്മൾ അടിച്ചെടുത്താ വരും. നീ 3 ടീം കില്ല് എന്ന് പറയുന്നടാ മാക്കേ. എടാ കുണ്ണെ നീയാണടാ എന്നെ PD ഓഫീസിന്റെ അകത്തുനിന്ന് കയറി അടിച്ചിട്ടേ ബാക്കിന്ന്. ശരി നാളെ അല്ലേ കുറച്ച് പെയ്യിട്ട് സാരം വരെ കേട്ടോ. മാക്കിന് 1 മാസത്തിന് ഓട്ടാളെ കിട്ടി, മനസ്സിലായോ? ഇതൊരു മാസം അങ്ങനെ ഓടിക്കോളും പയ്യെ. മാക്ക് ഇതാകെ സ്ക്രീൻ ഷെയർ ചെയ്യേ. തപ്പിട്ട് കിട്ടില്ല, കൊറേ സംഭവം മാക്ക് പാസ്സാക്കി. ചെക്ക് DC തംബ്നെയിൽസ് എന്താണ് തംബ്നെയിൽസില് മാക്കിനെ കൊണച്ച്
മാക്കിന്റെ പുതിയ മൗസ് ആണ് മാക്കിനെ ഇതെന്താ? സഹായിച്ചെന്നാ കേട്ടെ. മാക്ക് മൗസ് എങ്ങനെയുണ്ട് മാക്ക്? മാക്ക് അവിടെ ഇരുന്നിട്ട് എന്റെ അടുത്ത് എല്ലാം ഇതെന്താ? കഴിഞ്ഞിട്ട് ഏറ്റിക്ക് ഇരുന്നിട്ട് മിന്നലക്സ് കുറുപ്പ് നിങ്ങളൊരു കാര്യം പറയാലോ കാലിത്തെ. അവരുടെ റിച്ചറുടെ ഇല്ല ഇതിലൊന്നും ഇല്ല മുത്തേ. എന്ത് ചെയ്യാ? ചുമ്മാ ഇത് നോക്കുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തോ ലേസം ഫോട്ടോസ് അടിക്കുക. എടാ കാലിത കുണ്ണെ ഞാൻ പറഞ്ഞുതരാം. ടിക്കറ്റ് റേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 19,200 രൂപയാണ് എനിക്ക് stream ന്ന് കിട്ടിയത്. ചേക അതോ ആ, കൂട്ടിട്ട് ഞാൻ ഇട്ടോളാം. മമ്മീനെ ഒന്ന് വിളിച്ചു കാലിത് ക്ലിപ്പ് ഏതാടാ? ഏത് കാലിത് ക്ലിപ്പ്? കാലിതിന്റെ ഏത് ക്ലിപ്പാ നിങ്ങൾ പറയുന്നത്? ഡിസ്കോഡ് കത്തിപ്പോയതാ. എന്റെ കാലിത് ക്ലിപ്പ് ഇല്ല. ഇതില് ഇത്രേ ഉള്ളൂ. എടാ ഇതൊന്ന് ഓൺ ആയി കൊടുത്താടാ. ഇത് എങ്ങനെ ഇത് അൺലോക്ക് ചെയ്യല്? ഹാഷ് അൺലോക്ക് ആണോ? POV കാണുമ്പോഴേ പിക്ക് നിങ്ങളങ്ങ് എണ്ണിയാ മതി കേട്ടോ. മറ്റേ വെട്ടം കാണിക്കത്തില്ലെന്നുള്ള ബഗ്ഗാണ് അത്. നോക്കിയോ അൺലോക്ക് ആയോ? കേട്ടാ. ഇനി അതിന് പറയരുത് അവസാനം എന്നെ. എടാ എനിക്ക് കേട്ടോ, ഇതിന്റെ മറ്റേ role കൂടുതൽ ഉണ്ടാവാൻ പെർമിഷൻ ഇല്ലാന്ന് പെർമിഷൻ ഇല്ലാന്ന് ഇത് ഞാൻ കൺട്രോൾ ചെയ്യല്ലടാ. ഇത് എനിക്ക് ഇതിന്റെ പരിപാടി നിനക്ക് അറിയില്ല. അത് ബോട്ടിനാടാ ഷെയ്ക്ക് കേക്കാവോ? പറ പറ പറ. എന്റെ POV നോക്കിയിട്ട് പിക്ക് നിങ്ങൾ എണ്ണിയാ മതി കേട്ടോ. കാരണം ബഗ്ഗാണ്. ബഗ് വേണ്ട. കാണിക്കത്തില്ല. ആയിക്കോട്ടെ ബഗ് നമ്മ നോക്കിയോളാം. എനിക്ക് വീഡിയോ തന്നാണ്ട് ഇറങ്ങി ഓടിയതാണ് ഈ കുണ്ണ അവിടെ. എടാ നീ ഏതാടാ റേഷ്യോ മാക്കെ? ഇതെന്താ മോണ്ടറിന്റെ പകുതി വെച്ചിട്ട് പ്രൊഫഷണലാണ് ഷെയ്ക്കൊക്കെ. പ്ലെയർ ആണ് മനസ്സിലായി. എനിക്കവിടെ അല്ല അതാണ് ഒരു പിക്ക്. അതൊരു പിക്കാണ് മാക്കെ. അല്ല കോമാളി ബാക്കി കുത്തിന്ന് നോക്കിയുടെ കോള്. എന്ത് മാക്കെ? അതെന്റെ പിക്കാണ്. അതാണ് നിന്റെ ഒരു അടിക്കുന്ന ഞാനാര് കോമാളി കളർ വന്ന് കാര്യം ഒന്ന് അത് നൈസ് വെക്ക്. റിഫ്രഷ് അടിച്ച് കറക്റ്റ് ടൈമിങ്. വിട്ടാണോ നോക്കി അവിടുന്ന് എന്താടാ ഒരു സ്റ്റക്ക്? മാക്കെ എന്തുവാടാ മാക്കെ? ഇല്ല കാണാം വെള്ളം എല്ലാം കാണാം. നൈസ് 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 അത് നൈസ് കേട്ടോ. അത് നൈസ് അപ്പള് എന്റെ കൂടെ വാങ്ങല്ലേ അതാ അത് നല്ല കളിയാടാ മാക്കെ. എന്താടാ അടിച്ചു വിടുന്നു കഴിഞ്ഞ? ഇവര് ഫിസ്റ്റ് ചെയ്യാന്നാ പറഞ്ഞത്. മാക്ക് കില്ലെടുക്കും കേട്ടോ. പക്ഷെ ഞാൻ വെച്ച് ബഗ്ഗാണ്. നോക്കിക്കോ മാക്ക് കിൽ ഗ്രീഡി ആയി. മാക്ക് കിൽ ഗ്രീഡി ആയി. മാക്ക് കൊണക്ക് മാക്ക് അവിടുന്ന് മോട്ടിവേഷൻ കൊടുക്കുന്നത് കാലിത് മാക്കിനോട് കൊണക്കാൻ. അയ്യോ 3 പിക്ക് 5 പിക്കൊന്നും ഇല്ല അപ്പൊ മാക്കേ. ശരിക്കും അത് ഒരെണ്ണം ഞാൻ ആ മറ്റേത് ഞാൻ വെച്ച് എനിക്ക് പിക്ക് കിട്ടിയെന്ന് അത് അവൻ വീഴുകയും ചെയ്തു. അതെങ്കിലും ഉണ്ടല്ലോ ശരിക്കും ഒരു മന്ത് ഓടാനെന്ന്. ആ മാക്കഡിറ്റ്സ് തക്കണിട്ട കറക്റ്റ് എന്റെ ചാറ്റിൽ വന്നാണ്. മാക്കഡിറ്റ്സ് അത് പറഞ്ഞു 1 മാസം ഓട്ടാനുള്ള സാധനം കിട്ടിയെന്നാ പറഞ്ഞ മാക്കഡിറ്റ്സ്. എടാ നീ എങ്ങനെയാ അവന്മാർക്ക് എങ്ങനെ ഇത് കരാർ മറ്റേ ജാക്കിനോട് ചോദിക്കുന്ന മാതിരി? ശരിക്കും 5ന്റെ പൈസ എന്റെ പിള്ളേര് ലാസ്റ്റ് വീഡിയോ
എങ്ങനെ കേറി നോക്കി ചോദിക്കുക എങ്ങനെ കേറി നോക്ക് എങ്ങനെ കേറ്? അത് നോക്കി ഭാഗത്ത് നോക്കി കൂട്ടിട്ട് ഇവിടൊക്കെ കേറുന്നത് മായി. ഇവിടെ ജെ അടിച്ചിരുന്ന അവിടെ എന്ത് ബഗ്ഗാടാ എന്താ കാലിത് കേറി കാലിത് കേറി നീ എന്തൊരു അവൻ തോന്നുന്നു മറ്റേ കളിക്കാൻ ഇനി നോക്കിയോ റിനി വരും നോക്കിയോ നീ എന്താക്കുന്ന കാര്യം അതിന്റെ ഉള്ളിക്ക് ബഗ് എക്സ്പ്ലോർ ചെയ്ത് കയറി നോക്കടാ. അപ്പോത്തിന് റീലോഡ് സ്കിൻ അടിച്ചാ മതി. അവന്മാരുടെ മാസായി നിൽക്കുന്നേ ഡാൻസ് എല്ലാം കളിച്ച് എടാ ഞാൻ പറയട്ടെ, ഇവിടെ ഒരു സിനിമാറ്റിക് ലീഡർ ഇരിക്കുന്നുണ്ട് കേട്ടോ, ടാബും പിടിച്ച് നോക്കി. ഇവ ഇതൊന്നും അറിയുന്നില്ലടാ. ഇവിടെ കേറി രണ്ടാള് ഡൗൺ ആയത് അറിഞ്ഞിട്ടില്ല. അവിടെ ഇരുന്ന് അങ്ങനെ ടാബ് കളിച്ചിരിക്കും നോക്കടാ. വാണം അവിടെ ഞാൻ കൊറേ നേരം കൊണ്ട് നോക്കുന്നതാണ് കേറാൻ പറ്റണ്ടേ ഇത് അറിഞ്ഞിട്ടില്ലടാ. ഗണ്ണെടുക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ഗണ്ണെടുക്കാനുള്ള ബുദ്ധി ഇല്ല, മനസ്സിലായില്ലേ? പുറത്ത് പോണം. ലാസ്റ്റ് ക്ലിപ്പ് എന്നോട് കൊണക്കാനാണ് തമ്മിൽ. എടാ കുന്നകളായി. എടാ ഇതൊക്കെ എന്റെ പഴയ ഫോട്ടോടാ. എന്തിനാടാ ഇതെല്ലാം കൊണ്ടുവന്നതിലിടുന്നേ? ഈ ജനിച്ച കാലത്ത് ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ വല്ല പീഡിയാണോ ഗുണ്ടാണോ? ജുട്ടിരുന്ന അവിടെ ഇവിടെ നമ്മളവിടെ മലപ്പുറത്തോടെ ഉള്ള ആള് ഇതാരടാ എക്സ്പീഡി സീസൺ ഇവനോട് കൊണച്ച് മാക്കിനോട് കൊണച്ച് പറഞ്ഞില്ല ചത്തിട്ട് അതാണത് ഏതാ എക്സ്പീഡി C6 ഇത് മറ്റേ C6 ആണ്. മുലകുടി മാറാത്ത പയ്യന്മാര് ആ മാക്കിന്റെ അടിച്ച് പ്രൈവറ്റ് ഇതായിരിക്കും പെയ്ഡ്. താല്പര്യമില്ല ബ്രോ. ഇവനാണ് കോണ ഇവനാണ് കോണ കുടുംബത്തില് കോമാളി ഉണ്ടോടാ മാസായിട്ടൊക്കെ നടക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ കോമാളി ഉണ്ടോന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അവന്മാർക്ക് കാണിച്ചു കൊടുക്കാം. വാ വാ പീടി തറ പീടി മണ്ണ പീടി മണ്ണ 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 2 പ്രാവശ്യം തൂറിയില്ലേ അവന്മാര്. അവന്മാരെ കയറി അടിച്ചാണ്. അടിച്ചോ 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 ഇനി നോക്കണ്ട, മനസ്സിലായോ? എടാ ഞാൻ കേറിയപ്പോ എടാ എന്നെ ആരോ നമ്മളെ കൂട്ടം തന്നെ പ്ലക്ക് ചെയ്ത് തോന്നുന്നുണ്ട്. പീടിയൊന്നും അവിടെ കണ്ടില്ല. എടാ കണ്ടിയാളാടാ, മനസ്സിലായ? കഴിവില്ല. അടി കൊള്ളുമ്പോ തൂറിയിട്ട് മൂട് പൊക്കി ഓടുന്നടാ അകത്തോട്ട്. ഈ മറ്റേ ഒളിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയെല്ലാം ഉള്ള അതിന്റെ അത്രേ ഉള്ളൂ. കഴിവില്ല കഴിവില്ല. എന്താണ് ഓറ സംഭവം ഓറ മ്യൂട്ടാക്കിയടാ. ഇല്ല ഇല്ല ഇത് ഓറാണ് ഇത് ഓറാണ് ഇത് ഓറയാന്ന് കണ്ടോ? ഓറയാണത്? ഇത് ഓറാണ് ഓറാണ്. ഇവനെ കൂടെ നോക്കിട്ട് ഇവനെ കൂടെ നോക്കി ഇവനെ കൂടെ നോക്കി അവൻ മേടത്തിനെ വിളിച്ചു. ഇവിടെ നോക്കിയാ കിടന്ന് ദേശത്തെ ഇരിക്കും നോക്കിയോ എങ്ങോട്ട് എന്താ നോക്കട്ടെ. വെടിപ്പാന്ന് മനസ്സിലായേ? എടാ പോടാ കണ്ടി നിന്നെ ശരിയാക്കി പൊല്ലയോടി മക്കളെ നിന്റെ നീ ഊമ്പറങ്ങി അതെന്താണ് മേലെ അടി പൊട്ടിന്ന് കണ്ടപ്പോ അടിയില് ആകാശ കുത്ത് കുത്തിട്ടാർപ്പോ ഇതിന്റെ റിവെഞ്ചാണ് അടിച്ചത്. എടാ പോടാ കണ്ടി നിന്നെ ശരിയാക്കി പൊല്ലയോടി മക്കളെ നിന്റെ നീ ഊമ്പ പോടാന്നിറങ്ങി മാരി കൊച്ചു കൊണ്ടൊക്കെ ഏതായാലും. തോലിച്ച പീടിയും കൊണ്ട് അയ്യോ അയ്യോ എന്തായാലും എടാ അവന്മാര് ചോദിച്ചു മേടിച്ചാടാ. ഞാൻ പറയട്ടെ അവന്മാർക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. നമ്മളങ്ങനെ റൂള് പ്രോപ്പർ ആയിട്ട് നോക്കിയാണ്ടൊക്കെ നമ്മൾ കളിക്കാറുള്ളൂ. വെറുതെ ഞാൻ ഇപ്പഴത്തെ ഓക്കെയാണ് ലൈവ് പ്ലേ ചെയ്ത് വെച്ചേക്കുക. എനിക്ക് പൊളിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അഡ്മിനെ വിളിച്ചു വെച്ചു, അഡ്മിനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയൊക്കെ ആർപ്പിയാന്ന് പറഞ്ഞില്ല ഞാൻ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പോവാ,
മറ്റേ RC7 ബ്രീച്ചിങ് PD എന്ന് പറഞ്ഞ് ഇടാൻ പോവാ, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി എടുത്തിട്ട് പോകാൻ പറയാം. നിങ്ങൾ ഇട്ടോ, കുഴപ്പമില്ല, നമ്മൾ പയ്യെ പോവാന്നൊക്കെ. എനിക്കറിയത്തില്ല ഇവരെന്തൊക്കെയാ പറഞ്ഞത്. ഇവർ ഓരോ വിചാരിച്ചു അവസാനം എന്നെ ഭീഷണിപ്പെടുത്തി, ഇനി അടിച്ചാൽ ഞാൻ ബാൻ ഇടും. ഞാൻ പേടിപ്പിച്ചെങ്കിൽ പേടിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോളൂ, വേണ്ട ഞങ്ങൾ അടിക്കുന്നില്ല, നാളെ തൊട്ട് പൂരമായിരിക്കും, കണ്ടോ. ഇതാ വന്നല്ല മാക്കിന്റെ Co-leader of RZ7. Many players know him for his confidence and teamwork. He is a good IGL for RZ7. Best gun power player. Who is he? He is Corrupt Danny. ഏതാടാ ChatGPT? അതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മൗസ് വന്നു കേട്ടാ. എടാ ഇതൊക്കെ ഒരു കാലം, മനസ്സിലായില്ലേ? ഏത് കാലം മുത്ത ഇതല്ല ഡബിളി സാധനം ഇരുന്ന് അത് ഞാനോട്ടൊരു ബന്ധമില്ലാത്ത ആരും മാലിക്കും പേടോ. ഇതെന്താ ലാസ്റ്റ്? ന്യായം തന്നെയാ പറയണേ. ഒന്ന് പറയണൊന്ന് കേക്ക്, ലോക്ക് തുറന്നു കൊടുക്കാതെ എങ്ങനെ അവരകത്തേക്ക് കേറി? അഡ്മിൻസിന് പവർ ഇല്ല ലോക്ക് തുറക്കാൻ. ഒരു എക്സ്പ്ലോയിറ്റും ഇല്ല ബ്രോ. ആർക്കും അവിടെ മെയിൻ സാധനം ഇവിടെ ആർക്കും ലോക്ക് തുറക്കാൻ പറ്റില്ല. മണ്ടന്മാരാടാ. ഇല്ല ബാക്കി ഇല്ല കഴിഞ്ഞു. ഇതാണ് കാണാനുള്ള എത്ര ഉള്ളത് കഴിഞ്ഞു. എന്താ നേരെ പോയിട്ട് കുറ്റടിക്കാം. അവനെ മനസ്സിലായി ഇന്റർവ്യൂക്ക് വേണ്ടി വന്നത് അവൻ. ഇത് അന്യനാണോ അണ്ടിയാണോ എന്നുള്ളതല്ല. ഇവിടെ നിന്ന് പണിച്ചിട്ട് കാര്യല്ല. കണ്ടി ഇവിടുന്ന് പുറത്തിറങ്ങണ. എടാ അടിച്ചാണ് അവന്മാരെ കയറി അടിച്ചാണ്. അടിച്ചോ ഇനി നോക്കണ്ട, മനസ്സിലായോ? എല്ലാ കുണ്ണാളി അടിക്കും മയിലുകളെ. കോമഡി ആയിരുന്നു ദോശ സത്യം പറഞ്ഞ. അവിടെ സത്യം പറഞ്ഞാൽ ഞമ്മളൊക്കെ 18+ ഏറ്റവും വലിയ ഫീല് വരിക. നമ്മക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരിക. ചരൺ ചിന്നക്കുഞ്ചിതാ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ്. ഇതാണ് മറ്റേ ഇവൻ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഡെയിലി. ചാർലി ഇതെന്താ 249 ഈ കൊച്ചു കുണ്ണക്ക്? ഇത് മെറ്റടിക്കാന്, ഇത് ചാറ്റ് വയ്ക്കാന്. PC ഇല്ല, മോണിറ്റർ ഇല്ല. അയ്യോ ഇതെന്താ നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, മനസ്സിലായോ? ഫ്രസ്ട്രേഷൻ എന്താ മെക്കെ? സൂപ്പർ പുള്ളാണ്. എന്താ ഓൾറെഡി കണ്ടത് മേലുണ്ടായിരുന്നു. തലവതി തലവതി കിടക്കടാ നീ അവിടെ. തലവതി വാക്കാച്ചി കുത്തി കുറിച്ചിട്ടാ. കിടക്കടാ നീ അവിടെ, കുഴപ്പമില്ല. എന്തൊരു കണ്ടിയാലോ ഇന്നത്തെ ഒരു ദിവസം നടക്കണേ. ഇതേ നാളത്തെ സിറ്റുവേഷനൊക്കെ കേട്ടോ. നാളെ ഗ്യാഗ് ഹൗസ് ഉണ്ടാവില്ല, ഒരു അണ്ടി ഉണ്ടാവില്ല. നാളെ എല്ലാം കഴിയുമ്പോ കുറുപ്പ് മാറി വരുന്ന കുറുപ്പിന്റെ അവസ്ഥ ഇതായിരിക്കും. നല്ല കോമഡി ആയിരിക്കും. നാളെ കുറുപ്പ് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല സിറ്റിയില്. സസ്പെൻഷനും കിട്ടി ചിലപ്പോ. കുറുപ്പ് എന്തിനാ കുറുപ്പ്? അയ്യോ വേണ്ട, കളിയാക്കണ്ട. അടുത്ത ആഴ്ച നമുക്ക് ഇരിക്കാളെ വരെ. അയ്യോ പറഞ്ഞവനും ഷെയ്ക്ക് പറഞ്ഞവനും ഇവനാണ് എക്സ്റ്റാറ്റ് അമ്പി കടിയൻ.
ബീസ്റ്റ് ഗോഡ് ഇതാരാണ് അവന്റെ എക്സ്പീഡി ഒരു FTW. ഇവനാണ് മറ്റവൻ എന്നെ അടുത്ത് വന്നിട്ട് frustration കാണിച്ചതാ. സംസാരിക്കില്ല അവനടുത്ത്. ബണ്ടിൽ എന്നൊക്കെ പറഞ്ഞില്ലേ ആ FTW അടി കൊണ്ട് തൂറിയിട്ട് ഇവിടെ പീഡിനും കൂട്ടിങ്ങാണ്ട് ഒരു 80 ആൾക്കാരെ കൂട്ടി അടിക്കാൻ നോക്കിയായിരിക്കും, നടന്നില്ല. അവന്റെ അവിടുത്തെ പേര് ഞാൻ പറഞ്ഞത് എക്സലൻസിൽ ഒരു മിനിറ്റ്. MS13 ബീസ്റ്റ് കോഡ്. ഒരു ശിഖണ്ഡിയാണത്. ഡിസ്കോഡ് കത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. കോമാളിനെക്കാളും താഴെ ശിഖണ്ഡി. താങ്കൾ ഇപ്പൊ എന്താ ആ മേളിലെ മിനി യൂന്ന് അത് ഇത്. എന്തോ? അയ്യടാ ടർബോന്റെ ഫോട്ടോ കൂടി വെക്കായിരുന്നല്ലോ ഇവിടെ. ടുട്ടിന്റെ അടി. ഇതെന്താ ഫാറ്റ് ബോയിന്റെ എന്താ പോയ അപ്പൊ ഇതിന് എന്താ എടാ ഇവൻ MS13 കളിക്കുന്നതാണോ? ഹലോ അതെ അതെ ഹലോ ബിലാൽ ജോൺ കുരിശിക്കലാന്ന്. ഇത് പണ്ടത്തെ ഞാൻ റേഡിയോ അടിക്കുന്ന കടയെന്ന്. ടർബോ ഫേസിൽ പാടാ. ഇത് ഓൾഡ് വീഡിയോ ഈ അണ്ണാക്കില അടിച്ച് കിട്ടിയത്. ശരി അവരിന്ന് പോയി മുമ്പ് പറഞ്ഞപ്പോളേ ഞാൻ കണ്ടിന്യൂ ഇൻസ്റ്റാഗ്രാമിൽ. ക്ലിപ്പ് മൊത്തം വരാറുണ്ട് എല്ലാം ഓറാ മീൻസ് എന്തോ ഇറ്റോ എന്താ അയ്യേ എന്തൊക്കെ അണ്ടി കളിയാ DC കൊണ്ട് കാരത്ത് ഫുഡ് വെച്ചോണ്ടിരിക്കുന്ന തൂര്. മതി ഇതാരാ ചരണോ? പ്രണവ ഞാൻ പ്രതീക്ഷിച്ചത് എന്തൊക്കെ അണ്ടി. ഞാൻ പേടിച്ചറിയാ. ഞാനേ പാക്ക് ഇറക്കട്ടെ. ലേറ്റ് ആയി ശരിക്ക് നേരത്തെ ഇതും പറഞ്ഞല്ലേ ലൈവ് വന്നത്. ആ ലൈവ് വന്നിട്ട് 1:30 ആയി. 1:30 ഇനി 1:30 ഇനി ഇതൊക്കെ പാക്ക് ഒഴിച്ച് ബാക്കി